guys, welcome back to my channel. ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ആയിട്ടാണ്. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ആൽസ് ഗുഡ്നസിൻ്റെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. ആക്ച്വലി ഈ ഫേഷ്യൽ കിറ്റ് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഇപ്പോഴാണ് ഞാനത് പൊട്ടിച്ച് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൽസ് ഗുഡ്നസിൻ്റെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 പാക്കറ്റ്സ് കിട്ടും. അതിൽ ഓരോ പാക്കറ്റ്സിലും നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റെപ്സ് അടക്കം, അതായത് 1 2 3 4 5 വരെ 5 സ്റ്റെപ്സ് വരെയാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റിലുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ക്ലെൻസറാണ്. അപ്പം ഈ ഒരു ക്ലെൻസർ നമ്മളൊരു 3 to 5 മിനിറ്റ്സ് നമ്മളെ ഫേസിൽ, അതായത് ഒരു നനഞ്ഞ ഫേസിൽ നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ക്ലെൻസർ എടുക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ എമൗണ്ട് തന്നെ എടുക്കാൻ നോക്കുക. നമ്മളെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എമൗണ്ട് ക്ലെൻസർ എടുക്കുക. എന്നിട്ട് ഞാൻ ഫേസ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എൻ്റെ ഫേസിലേക്ക് ഫുൾ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 to 5 മിനിറ്റ്സ് നമ്മളൊന്ന് റബ്ബ് ചെയ്താൽ മതിയാവും. ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആൻഡ് ഗ്ലോ ആവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ആട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നല്ല സ്കിന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സ്ക്രബ്ബറാണ്. ഇത് നമ്മളെ ഫേസിലേക്ക് കുറച്ചെടുത്താൽ മതിയാവും. കാരണം ഇത് നന്നായിട്ട് നമ്മളെ സ്കിന്ന് ഫുൾ സ്പ്രെഡ് ആവുന്ന ഒരു സ്ക്രബ്ബറാണ്. സോ കുറച്ച് എമൗണ്ടിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ സ്കിന്നിൽ ടാൻ അടിച്ചിരിക്കുന്ന ഭാഗത്ത്, പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3 to 5 മിനിറ്റ്സ് ഞാനൊന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഫേസിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. കാരണം നമ്മളെ സ്കിന്നിൽ നല്ലോണം പിഗ്മെൻറ്റേഷനൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നൊന്ന് സ്മൂത്ത് ചെയ്യാനും ഈ സ്ക്രബ്ബർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളെ സ്കിന്ന് ബ്രൈറ്റ് ആക്കി കൊണ്ടുവരാനും ഈ ഒരു സ്ക്രബ്ബർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ടിത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് എൻ്റെ സ്കിന്നിന് മാച്ചാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എൻ്റെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന കോലത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് ഉണങ്ങിയതിന് ശേഷം കുറച്ച് വെള്ളം വെച്ച് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും. അതായത് നമ്മളെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആൻഡ് ഗ്ലോ ആക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടോണറാണ്. അപ്പോൾ ഈ ടോണർ നമ്മളെ ഫേസിലേക്ക് ഫുള്ള് ഞാൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു 2 to 3 മിനിറ്റ്സോളം ഞാൻ ഫേസിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എക്സസ് ടോണർ ഉണ്ടെങ്കിൽ നമ്മളൊരു മോയ്സ്റ്റ് കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാമെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ടോണർ ഞാൻ എൻ്റെ ഫേസിൽ എത്ര എമൗണ്ട് ആവശ്യമുണ്ടോ അത്രയും ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആട്ടോ ഈ ഒരു ടോണർ നമ്മളെ സ്കിന്നിലേക്ക് തരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടോണറാണ്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്യാനും അടിപൊളി ടോണറാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. നല്ല നമ്മളെ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാനൊരു മോയ്സ്റ്റ് കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സാധാ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകി കളഞ്ഞൊരു റിസൾട്ടാട്ടോ ഇത്. നന്നായിട്ട് എൻ്റെ സ്കിന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നമ്മളെ ടാനൊക്കെ ഒന്ന് റിമൂവ് ആയി നമുക്ക് തോന്നും. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത് ഫേസ് ക്രീമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിൽ ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് എമൗണ്ട് എടുക്കാൻ നോക്കുക. കാരണം നമ്മളിത് മസാജ് ചെയ്ത് നമ്മളെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ചെയ്യിക്കാൻ കുറേ ടൈം എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ എടുത്തത് കുറേ എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. അതായത് നിങ്ങളെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധാ ഒരു ഫേസ് ക്രീം ഇടുന്ന അത്രയും എമൗണ്ടിൽ എടുത്താൽ മതി. ഈ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് 12 to 15 മിനിറ്റ്സോളം നമ്മളൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അത് വെള്ളം വെച്ചിട്ട് നന്നായി കഴുകിയിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് 5th സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ ഫേസ് പാക്കാണ് കേട്ടോ വരുന്നത്.
ഇത് നമ്മളെ സ്കിന്നിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എമൗണ്ടിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് ഫേസ് ത്രൂ ഫുൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് വെള്ളം കൊണ്ട് നനച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഈ ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ വെള്ളം കൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു ഫേസ് പാക്കിനെ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ സ്കിന്നൊന്ന് മാറിയ പോലെ നമുക്ക് തോന്നും. അതായത് നമ്മളെ സ്കിന്നൊന്ന് ഗ്ലോ ആൻഡ് ബ്രൈറ്റ് ആക്കും. നന്നായിട്ട് ടാൻ, എൻ്റെ നെറ്റിലൊക്കെ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക്. കണ്ടില്ലേ, എൻ്റെ ഈ ഒരു റിസൾട്ട് വരുന്നത് ഇങ്ങനെയാട്ടോ. എനിക്ക് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ഫേസ് പാക്ക്. ആൻഡ് ഇത് ആൽപ്സ് ഗുഡ്നസിൻ്റെ ഡയമണ്ട് ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽ കിറ്റാണ്. വിത്ത് ഗ്ലിസറിൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ഉമ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ ഉമ.